എന്താ മോളെ? അച്ഛാ, ദേവി ചേച്ചിയെ കണ്ടപ്പോ എനിക്ക് ദേവിയെ പോലെ തോന്നിയത്. ദേവി ചേച്ചി, ഈ ആന്റിയെ കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മയെ പോലെ തോന്നി. ഫോട്ടോയിലുള്ള എന്റെ അമ്മയുടെ അതേ ചായ ഈ ആന്റിക്ക്. പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്ന് ഒന്നും സ്വീകരിക്കരുതെന്ന് വാസുകി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യം പറയല്ലോ ദേവുട്ടി, മോള് പറഞ്ഞ പോലെ ഇവരെ കണ്ടപ്പോ അത്ര അപരിചിതത്വം തോന്നിയില്ല. ശരിക്കും ശിവപ്രിയയുടെ അമ്മയുടെ ഒരു ചായ ഉണ്ടേ. അല്ല, നിങ്ങൾ തമ്മിൽ പരിചയമില്ലേ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ? ദേവൂട്ടിക്ക് എന്നെ ഓർമ്മ കാണാൻ വഴിയില്ല. കണ്ടിട്ട് കുറച്ച് വർഷങ്ങളായില്ലേ, അതുകൊണ്ടാവും. ഞാനിവിടെ അടുത്തുള്ളതാ. വിദ്യാമ്മയെ ഒന്ന് കാണാൻ വന്നതാ. എന്നാ വിദ്യാമ്മ ഉള്ളപ്പോ വരാം. പോട്ടെ. അല്ല, ദേവുട്ടി അറിയാമെന്നാണല്ലോ അവർ നേരത്തെ പറഞ്ഞത്. ദേവുട്ടിക്ക് അവരെ അറിയില്ലേ? അല്ല, അവരിത് എവിടെ പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ചേടാ, നമ്മളെ കണ്ട് സംസാരിച്ചിട്ട് അവര് പോകത്തുള്ളൂ എന്ന് അവർ ഉറപ്പ് വന്നാണല്ലോ. എന്നിട്ട് അവരിതെവിടെ പോയി? നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതറിഞ്ഞവര് മുങ്ങിയതാവും. ഛേ, എന്നാൽ അവരിതെന്ത് പരിപാടിയാ കാണിച്ചേ? മെനക്കെട്ട് നമ്മൾ ഇവിടം വരെ വന്നിട്ട്. എല്ലാവരും ഭക്തിപൂർവ്വം വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഇവരാണോ വിദ്യാമ്മ? ഛേ, പറഞ്ഞ വാക്കിനൊരു വില പോലും ഇല്ലാത്ത സ്ത്രീ. എന്തായാലും അവരിവിടെ വരാതിരിക്കില്ല. നമ്മൾ എന്തായാലും മെനക്കെട്ട് വന്നല്ലേ. ഇനി അവരെ കണ്ടിട്ട് പോയാ മതി മാഡം. ദീപാരാധന നടക്കുക. ഓ, ഇനി ചിലപ്പോ അവര് ദീപാരാധന തൊഴാൻ പോയതായിരിക്കും. ഒരു പൂജയും വിട്ടുകളയാത്ത ആളല്ലേ. ആ, ദേ അവര് വരുന്നുണ്ട്. അല്ല, ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ട് വിദ്യാമ്മ ഇതെവിടെ പോയി? ഞങ്ങള് കുറച്ചു നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുക. ദീപാരാധന നടക്കുകയല്ലേ, അത് തൊഴാൻ വേണ്ടി പോയതാ. ആ, നിങ്ങളും ദീപാരാധന കണ്ട് തൊഴുതിട്ടേ വരൂന്നാ ഞാൻ കരുതിയത്. അയ്യോ, ദീപാരാധന തൊഴണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്രയും നേരം നിക്കണ്ടേ അവിടെ. കാലിന് നല്ല വേദനയുണ്ട്. അതെ അതെ, എന്റെയും പ്രശ്നം അതാ. കുറെ നേരം നിന്നാലേ പിന്നെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അല്ല, എന്താ രണ്ടാൾക്കും പറയാനുള്ളത്? കാര്യം ഞാൻ പറയാം വിദ്യാമ്മേ. ദേവൂട്ടിയും ഈ നിൽക്കുന്ന ശ്രീകല മാഡത്തിന്റെ മകൻ സന്ദീപും തമ്മിൽ പ്രേമത്തിലാണെന്ന് വിദ്യാമ്മയ്ക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ ആ ബന്ധത്തിനൊരിക്കലും ശ്രീകല മാഡത്തിനോ അവരുടെ കുടുംബത്തിനോ താല്പര്യമില്ല. അതിന്റെ കാരണം എന്താന്ന് വിദ്യാമ്മയ്ക്ക് ഊഹിക്കാലോ. ഇവരെ പോലെ വലിയ തറവാട്ട് മഹിമയും സാമ്പത്തികവും ഒക്കെ ഉള്ളവർക്ക് ദേവൂട്ടിയെ പോലൊരു കുട്ടിയെ മരുമകളായിട്ട് സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അവര് വിചാരിച്ച എത്രയോ യോഗ്യതയുള്ള പെൺകുട്ടികളെ മകന് വേണ്ടി ആലോചിക്കാം. കാര്യം ഇവരുടെ മോൻ ദേവൂട്ടിയെ കല്യാണം കഴിക്കുന്നോണ്ട് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ അത് ഇവരോട് ചെയ്യുന്നൊരു ചതിയല്ലേ. കൊക്കിലൊതുങ്ങുന്നത് കൊത്താനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വിദ്യാമ്മ ഇടപെട്ട് ദേവൂട്ടിയും സന്ദീപിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ശ്രീകല മാഡത്തിന്റെ ആവശ്യം. ദേവൂട്ടിയെ പോലൊരു ഊമ പെണ്ണിനെ ഇവരുടെ കുടുംബത്തിൽ മരുമകളായി എടുക്കാൻ ഇവർക്ക് തീരെ താല്പര്യമില്ല.
ഇന്ദുമതി പറഞ്ഞ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കുള്ളത്? അല്ല എന്താ എന്തു പറ്റി? എന്താ ഒന്നും സംസാരിക്കാത്തത്? എന്താണെങ്കിലും തുറന്നു പറയൂ.